ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 2020 NCC സ്പെഷ്യൽ എൻട്രിയിലേക്കും മെട്രോളജി എൻട്രിയിലേക്കും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ FCAT 2020 ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുമാണ് സെലക്ഷൻ നടക്കുന്നത്. NCC സ്പെഷ്യൽ എൻട്രിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് NCC എയർവിംഗ് C സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കൂടാതെ വനിതകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ FCAT എൻട്രിയാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷനാണ്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 74 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. FCAT എൻട്രിയിൽ തന്നെ അടുത്തതായിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആൻഡ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കലാണ്. ഇതിലേക്ക് വന്നിട്ടുള്ളത് പുരുഷന്മാർക്ക് പെർമനൻറ്റ് കമ്മീഷൻ വന്നിട്ടുണ്ട്. കൂടാതെ പുരുഷന്മാർക്കും വനിതകൾക്കും ഷോർട്ട് സർവീസ് കമ്മീഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സിന് പെർമനൻറ്റ് കമ്മീഷൻ പുരുഷന്മാർക്ക് 40 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ 26 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിന് പെർമനൻറ്റ് കമ്മീഷന് 23 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷന് 16 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്ത FCAT എൻട്രിയിൽ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലാണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഡ്യൂക്കേഷനാണ്. അതിലും പെർമനൻറ്റ് കമ്മീഷൻ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. കൂടാതെ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അഡ്മിനിസ്ട്രേഷന് പെർമനൻറ്റ് കമ്മീഷന് 23 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ഷോർട്ട് സർവീസ് കമ്മീഷന് 16 ഒഴിവുകളാണ്. ഇനി എഡ്യൂക്കേഷന് പെർമനൻറ്റ് കമ്മീഷന് 8 ഒഴിവുകളും ഷോർട്ട് സർവീസ് കമ്മീഷന് 8 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് NCC സ്പെഷ്യൽ എൻട്രിയാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചാണ്. അതിൽ പുരുഷന്മാർക്കാണ് പെർമനൻറ്റ് കമ്മീഷൻ. ഇനി പുരുഷന്മാർക്കും വനിതകൾക്കും വേണ്ടി ഷോർട്ട് സർവീസ് കമ്മീഷനും ഉണ്ട്. അപ്പോൾ NCC സ്പെഷ്യൽ എൻട്രിയിലെ വേക്കൻസി പറഞ്ഞേക്കുന്നത് പെർമനൻറ്റ് കമ്മീഷന് CDSC വേക്കൻസിയുടെ 10%, ഷോർട്ട് സർവീസ് കമ്മീഷന് FCAT വേക്കൻസിയുടെ 10% ആയിരിക്കും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് മെട്രോളജി എൻട്രിയാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലാണ്. അതിലും പെർമനൻറ്റ് കമ്മീഷൻ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. കൂടാതെ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസി വന്നിട്ടുള്ളത് പെർമനൻറ്റ് കമ്മീഷന് 10 ഒഴിവുകളാണ്, ഷോർട്ട് സർവീസ് കമ്മീഷന് 12 ഒഴിവുകളാണ്. അപ്പോൾ ഇപ്രകാരമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് പുരുഷന്മാർക്കും വനിതകൾക്കും 14 വർഷമായിരിക്കും ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷന് 10 വർഷമായിരിക്കും. കൂടാതെ 4 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രായപരിധി നോക്കാം. ആദ്യം തന്നെ ഫ്ലൈയിങ് ബ്രാഞ്ചാണ്. FCAT എൻട്രിയിലേക്കും NCC സ്പെഷ്യൽ എൻട്രിയിലേക്കും 20 മുതൽ 24 വയസ്സ് വരെയാണ്. അതായത് 2 ജൂലൈ 1997 1 ജൂലൈ 2001 ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ DGCA ഇഷ്യൂ ചെയ്ത കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് 26 വയസ്സ് വരെ പ്രായപരിധിയിൽ റിലാക്സേഷൻ ലഭിക്കും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ്. ഇനി രണ്ടാമത്തായിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടിയാണ്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് 20 മുതൽ 26 വയസ്സ് വരെയാണ് പ്രായപരിധി. അതായത് 2 ജൂലൈ 1995 1 ജൂലൈ 2001 ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി 25 വയസ്സിന് താഴെയുള്ളവർ അവിവാഹിതരായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. അതിന് തന്നെ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് +2 മാത്സിനും ഫിസിക്സിനും 50% വീതം മാർക്ക് വേണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 വർഷത്തെ ഏതെങ്കിലും ഒരു ഡിഗ്രി 60% മാർക്കോടെ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ BE or BTech 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. അതും അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഓർ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സെക്ഷൻ A and B എക്സാമിനേഷനിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ +2നോടൊപ്പം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ്. അത് തന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സിലേക്കാണ്. അതിലും +2 മാത്സിനും ഫിസിക്സിനും 50% വീതം മാർക്ക് വേണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ BE or BTechൽ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സെക്ഷൻസ് A or B എക്സാമിനേഷൻ പാസ്സായിരിക്കണം. അപ്പോൾ മിനിമം 60% മാർക്ക് വേണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒന്നിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കലാണ്. അതിലേക്കും അതേ വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെക്കാനിക്കലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിൽ അഡ്മിനിസ്ട്രേഷനാണ്. അതിന് തന്നെ
+2 പാസ്സായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 60% മാർക്കോടെ ഡിഗ്രി പാസ്സായിരിക്കണം, അല്ലെങ്കിൽ സെക്ഷൻസ് എ ഓർ ബി എക്സാമിനേഷൻ 60% മാർക്കോടെ പാസ്സായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിൽ എഡ്യൂക്കേഷനാണ്. അതിന് തന്നെ +2 പാസ്സായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷനിൽ മിനിമം 50% മാർക്ക് വേണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഗ്രാജുവേഷൻ ലെവലിൽ മിനിമം 60% മാർക്കും ഉണ്ടായിരിക്കണം എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് മെട്രോളജി എൻട്രി ആണ്. മെട്രോളജി എൻട്രിയിൽ ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി സയൻസ് സ്ട്രീം ഓർ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിറ്റിക്സ് ഓർ ജിയോഗ്രഫി ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഓർ എൻവയോൺമെൻറ്റൽ സയൻസ് ഓർ അപ്ലൈഡ് ഫിസിക്സ് ഓർ ഓഷനോഗ്രഫി ഓർ മെട്രോളജി ഓർ അഗ്രികൾച്ചറൽ മെട്രോളജി ഓർ എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ് ഓർ ജിയോ ഫിസിക്സ് ഓർ എൻവയോൺമെൻറ്റൽ ബയോളജി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഡിഗ്രി ലെവലിൽ മാത്സിനും ഫിസിക്സിനും 55% വീതം മാർക്കും ഉണ്ടായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിൽ 2 സീറ്റ് ലോ ക്വാളിഫൈ ആയിട്ടുള്ളവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഇയറിന് പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇതുവരെയുള്ള പരീക്ഷകളിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 15 ജൂൺ 21 മുമ്പായിട്ട് ഡിഗ്രി പാസ്സാവണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ ഓൺലൈനായിട്ടാണ്. careerindianeairforce.cdac.in അല്ലെങ്കിൽ afcat.cdac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ രജിസ്ട്രേഷന് ആധാർ കാർഡ് നിർബന്ധമാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. AFCAT എൻട്രിക്ക് എക്സാമിനേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. 250 രൂപയാണ് AFCAT എൻട്രിയുടെ എക്സാമിനേഷൻ ഫീസ്. AFCAT 2020 എക്സാമിനേഷൻ്റെ ലൊക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇടങ്ങളിൽ വെച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 4 ഇടത്താണ് സെൻറ്റർ ഉള്ളത്. കണ്ണൂർ ഉണ്ടായിരിക്കുന്നതാണ്, കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നതാണ്, തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നതാണ്, തൃശ്ശൂർ ഉണ്ടായിരിക്കുന്നതാണ്. AFCAT എൻട്രിയിലേക്ക് അപേക്ഷിച്ചവർക്ക് റിട്ടൺ എക്സാമിനേഷൻ പാസ്സായാൽ എയർഫോഴ്സിൻ്റെ സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ NCC സ്പെഷ്യൽ എൻട്രിക്ക് അപേക്ഷിച്ചവർക്കും മെട്രോളജി എൻട്രിക്ക് അപേക്ഷിച്ചവർക്കും ഡയറക്റ്റ് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ AFSB നടക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഡെറാഡൂൺ, 2ാമത്തത് മൈസൂരു, 3ാമത്തത് ഗാന്ധിനഗർ, 4ാമത്തത് വാരണാസി. അപ്പോൾ ഇത്ര ഇടങ്ങളിൽ വെച്ചിട്ടായിരിക്കും എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂ നടക്കുക. കൂടാതെ എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂവിൽ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ചോദിച്ചിട്ടുണ്ട്. 1.6 കിലോമീറ്റർ റണ്ണിങ് 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. 10 പുഷപ്സ്, 3 ചിന്നപ്പ് എടുക്കാൻ കഴിഞ്ഞിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. 15 ജൂൺ 2020 ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14 ജൂലൈ 2020 ആണ്. അപ്പോൾ AFCAT എക്സാമിനേഷൻ്റെ തീയതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 19 സെപ്റ്റംബർ 2020 20 സെപ്റ്റംബർ 2020 ആയിരിക്കും. കൂടാതെ കോഴ്സ് തുടങ്ങുന്നത് ജൂലൈ 2021 അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്.